എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സൂരജ് ചിപ്പിമോളോട് കാര്യങ്ങൾ പറയുന്നതാണ്. നിൻ്റെ അച്ഛനും അമ്മയും പിണങ്ങിയിരിക്കുകയാണ്, അവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ ചിപ്പിമോള് പറയുന്നത് അങ്ങനെയൊന്നുമില്ല, അമ്മ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ സൂരജ് പറയുന്നത് അങ്ങനെയല്ല, അവർ തമ്മിൽ എന്തോ നല്ല വഴക്കമുണ്ട്, തീർക്കാൻ വേണ്ടിയാണ് എൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ചിപ്പിക്കുള്ളിലൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അവരിപ്പം വേറെയാണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് ഇഷുറാമ ഇവിടെ വന്ന് താമസിക്കുന്നതെന്നൊക്കെ സൂരജ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ചിപ്പിമോള് ഭയങ്കര വിഷമത്തിലാവുന്നു. ചിപ്പിമോൾ ഉടനെ തന്നെ എഴുന്നേറ്റ് അപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് നമ്മുടെ ആശു ഇത് കാണുന്നുണ്ട്. അപ്പോൾ ആശു പറയുന്നത് മോളെ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ചിപ്പിമോള് ഒന്നും മിണ്ടാതെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പുറകെ സൂരജും വരുന്നുണ്ട്. അപ്പോൾ സൂരജിനോട് ചോദിക്കുന്നു, നീ അവളും തമ്മിൽ വഴക്കായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സൂരജ് പറയുന്നു, ഇല്ല അമ്മേ, ഞാൻ പിന്നെ ചെറിയച്ഛനും ചെറിയമ്മയും പിണക്കത്തിലാണെന്നുള്ള കാര്യം പറഞ്ഞു പോയി, അത് അവൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആശു പറഞ്ഞു, നീ എന്തിനാ അതൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അമ്മ പറഞ്ഞു പോയി, സോറി എന്ന് പറയുന്നു. അപ്പോൾ ആശു പറയുന്നത്, എങ്ങനെയാണേലും ചിപ്പി അറിയേണ്ടതാണല്ലോ, എന്തായാലും ഇഷിത അങ്ങോട്ട് പോകാൻ കൂട്ടാക്കുന്നില്ല, അപ്പോൾ ചിപ്പിമോൾ എന്നായാലും അത് അറിയണമല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ ചിപ്പിമോള് നേരെ ചെന്ന് മഹേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം മഹേഷ് ചോദിക്കുന്നു, മോളോ എന്താ ഗൗരവത്തിലാണല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അമ്മയും ഡാഡിയും തമ്മിൽ പിണക്കത്തിലാണോ എന്ന് ചോദിക്കുന്നു. ഇല്ല മോളെ എന്ന് പറയുന്നു. അല്ലല്ലോ, പിണക്കത്തിലാണ്, എനിക്കറിയാമെന്ന് പറയുന്നു. അപ്പം മഹേഷ് പറയുന്നു, പിണക്കത്തിലല്ല അമ്മ, കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കുകയാണല്ലോ എന്ന് പറയുന്നത്. ഇല്ല, എൻ്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നു. എന്നോട് സൂരജ് എല്ലാം പറഞ്ഞെന്ന് പറയുന്നു, അമ്മയും അപ്പയും തമ്മിൽ വഴക്കാണെന്നുള്ള കാര്യം. അപ്പം നമ്മുടെ മോഹനവല്ലി അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കും. മോഹനവല്ലിക്ക് ഒട്ടും അങ്ങ് സ്വപ്നവല്ലിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ലായിരുന്നു. സ്വപ്നവല്ലി മനസ്സിൽ പറയുന്നുണ്ട് ഇങ്ങനെ, ഇനി അവളായിരിക്കും ഇവളെ പറഞ്ഞു വിട്ടേന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെ പറയുകയാണ്. അപ്പോൾ മഹേഷിനോട് ചിപ്പിമോള് പറയുന്നു, എൻ്റെ അമ്മേനെ ഇവിടെ കൊണ്ടുവരണം, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ താമസിക്കണം, എത്രയും പെട്ടെന്ന് വിളിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ചിപ്പിമോള് വാശി പിടിക്കുകയാണ്. അപ്പോൾ മഹേഷ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി വന്ന് മോളോട് പറയുന്നത്, നിനക്ക് അമ്മയൊന്നും വേണ്ട, ഇവിടെ തന്നെ താമസിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പം അച്ചമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചിപ്പിമോൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നാലെ മഹേഷും പോവുകയാണ്. മഹേഷ് വേറെ എവിടേക്കല്ല, നമ്മുടെ ഇഷിതയുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇഷിതയുടെ വീട്ടിലാണെങ്കിൽ ആരും ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇഷിതയ്ക്ക് സപ്പോർട്ടാണ്, പക്ഷേ ഉള്ളിലാണെങ്കിൽ ആ മനുഷ്യൻ കരയുകയും കൂടെയാണ്. അപ്പം നമ്മുടെ പ്രിയാമണി അവൾക്ക് പറഞ്ഞു കൊടുക്കണം, കുടുംബമല്ലേ, കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം, പിന്നെ നീ മഹേഷിൻ്റെ അടുത്ത് തിരിച്ചു പോകണം, അവനും ഒറ്റയ്ക്കല്ലേ, ശരിക്കും യഥാർത്ഥത്തിൽ അവനല്ലേ ഒറ്റപ്പെട്ടു പോയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയാമണി പറയുകയാണ്. അപ്പോൾ ഇഷിത ചോദിക്കുന്ന, അമ്മ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മഹേഷ് അകത്തേക്ക് വരുന്നത്. മഹേഷ് അകത്തേക്ക് വന്നിട്ട് ഇഷിതയോട് പറയും, എനിക്ക് ഇഷിതയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും. അപ്പോൾ ഇഷിത പറയും, എനിക്കൊന്നും സംസാരിക്കാനില്ല, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണല്ലോ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് പറയാനുണ്ടെന്നും പറഞ്ഞ് ഇഷിതയുടെ കൈ പിടിച്ച് ഇഷിതയുടെ റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഡോർ അടയ്ക്കുന്ന. അങ്ങനെ ഇഷിതയോട് പറയുന്നത്, നീ എനിക്ക് എന്ത് ശിക്ഷ തന്നാലും ഞാനത് സ്വീകരിക്കാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. എന്നിട്ട് പറയുന്നത്, എൻ്റെ മോൾക്ക് വേണ്ടി നീ തിരിച്ചു വരണം, അവളുടെ സന്തോഷമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം ഇഷിത പറയുന്നു, അപ്പം എൻ്റെ മാനത്തിന് ഏറ്റ അവമാനത്തിനൊന്നും ഒരു ഇതുമില്ലല്ലേ, ഒരു വിലയില്ലല്ലേ എന്നുള്ള ചോദിക്കുന്നു. മോൾക്ക് വേണ്ടി നിങ്ങൾ സോറി പറയുന്നു, പക്ഷേ എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ച് ഞാൻ അനുഭവിച്ച വേദനയൊക്കെ അതിനൊക്കെ എന്ത് പകരം ചെയ്യാൻ പറ്റുന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എന്നിട്ട് ഇഷിത പറയുന്നു, ഞാൻ വരില്ല എന്ന് പറയുന്നു. അങ്ങനെ അത് കേട്ട് മഹേഷ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛനും അമ്മയും ചോദിക്കും, അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നു. അപ്പോൾ ഇഷിത ഇതെല്ലാം കേൾക്കുകയാണ്. അങ്ങനെ അച്ഛൻ പറയുന്നു, മഹേഷ് വിഷമിക്കേണ്ട, കുറച്ച് ദിവസം കഴിയട്ടെ, അവളുടെ മനസ്സൊക്കെ ശാന്തമാകട്ടെ, ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ ചിപ്പിമോൾ ഓടി വരികയാണ്. ചിപ്പിമോൾ ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അമ്മ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നതൊക്കെ ചോദിക്കുന്നത്. അപ്പം പറയുന്നു, ഇല്ല മോളെ, പിണക്കമൊന്നുമില്ല, അപ്പം മോളോട് ഒരു ഇഷ്ടമില്ലല്ലേ, മോളോട് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരണം എന്ന് പറയുന്നു. അപ്പം പറയുന്നു, മോൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് ഇരിക്കാമല്ലോ, എന്നെ കാണണം തോന്നുമ്പോൾ വരാനോ, എൻ്റെ കൂടെ ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ വരാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ പറയുന്നു, നിങ്ങൾ എന്നും പിണക്കത്തിലാണ്, എൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കുന്നേ ഇല്ല എന്നുള്ള രീതിയിൽ ചിപ്പിമോള് പറയുകയാണ്. അപ്പം വാ അമ്മയെന്നും പറഞ്ഞ് ഇഷിതയുടെ കൈ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ ഇഷിത കൈ തട്ട് മാറ്റുകയാണ്.
ഇതാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണ് അവൾ പറയുന്നുണ്ട് ആ കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നത് ഞാൻ വരില്ലെന്ന്. അപ്പം നമ്മുടെ ചിപ്പിമോള് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് അമ്മയും വേണ്ട ഡാഡിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോകുമ്പോൾ ഇഷ്ട മോളെ മോളെ എന്ന് വിളിച്ച് പുറകെ പോകുന്നു. പിന്നീട് നമ്മുടെ കൈലാസിനെ ജയിലിൽ കാണാൻ മഞ്ജിമ പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത കുറേ കുരുട്ട് ബുദ്ധികളൊക്കെ പറഞ്ഞു കൊടുത്തുവിടുകയാണ്. അങ്ങനെ മഞ്ജിമ തിരിച്ചു വന്നിട്ട് സ്വപ്നവല്ലിയോട് പറയുന്നു നിങ്ങൾ ആരും സൂക്ഷിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട, ഇതിനെല്ലാം ഞാൻ പ്രതികാരം ചെയ്യും എന്നുള്ള രീതിയിൽ അവിടെ കിടന്ന് അങ്ങ് വിളയാടുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് മഹേഷും ഇങ്ങനെ നിൽക്കുന്ന സീനുകളാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം മറ്റന്നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.